ആൻഡ്രോയിഡ് പ്രോഗ്രാമിംഗ്. ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് യൂസർ ഇന്റർഫേസ് ഡെവലപ്മെന്റ് എന്ന ടോപ്പിക് ആയിരുന്നു. അപ്പൊ അതില് കളക്ഷൻ ഓഫ് കൺട്രോൾസ്, മെയിൻ ആയിട്ട് വരുന്നത് കൺട്രോൾസ് ഏതൊക്കെയാണ്, അതുപോലെ ആ കൺട്രോൾസിന്റെ ക്ലാസസ് അതിന്റെ കൺസെപ്റ്റ്. രണ്ട് ക്ലാസ് ഉണ്ടായിരുന്നത്, ഒന്ന് ആൻഡ്രോയിഡ് ഡോട്ട് വ്യൂ, സെക്കൻഡ് വൺ ആൻഡ്രോയിഡ് ഡോട്ട് വ്യൂ ഗ്രൂപ്പ്. രണ്ട് ടൈപ്സ് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അതുപോലെ ബിൽഡിംഗ് യു ഐ, മൂന്ന് രൂപത്തിൽ നമുക്ക് യു ഐ ഇന്റർഫേസ് ബിൽഡ് ചെയ്യാം. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ കംപ്ലീറ്റ്ലി ഇൻ കോഡ്, സോഴ്സ് കോഡ് ഉപയോഗിച്ച് ചെയ്യാം. ഇത് ജാവ ആണെങ്കിൽ പ്യൂർലി ജാവ കോഡ് ഉപയോഗിച്ചിട്ട് ഡിസൈൻ ചെയ്യാം, അതുപോലെ കോഡ് എഴുതാം. രണ്ടാമത്തെ ഓപ്ഷനാണ് കംപ്ലീറ്റ്ലി ഇൻ XML ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യാം, പ്രോഗ്രാം കോഡും വർക്ക് ചെയ്യിപ്പിക്കാം. തേർഡ് വൺ ഇൻ XML വിത്ത് കോഡ്, XML ഡിസൈൻ ചെയ്യും, ജാവയിൽ കോഡ് എഴുതും. ഓക്കെ, ഈ തേർഡ് വൺ ആയിരുന്നു നമ്മൾ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ കോമൺ കൺട്രോൾസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏതൊക്കെ കൺട്രോൾസ് ആണ് വരുന്നത് അതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത് ടെക്സ്റ്റ് ബോക്സ് കൺട്രോൾ, ടെക്സ്റ്റ് കൺട്രോൾ എന്ന് വേണ്ടിട്ട് പറയാം. ടെക്സ്റ്റ് കൺട്രോൾ യൂസ് ചെയ്യുന്നത് ആൻഡ്രോയിഡ് ഡോട്ട് വിഡ്ജറ്റ് ഡോട്ട് ടെക്സ്റ്റ്, ഇതിൽ നിന്നാണ് നമ്മൾ ടെക്സ്റ്റ് ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ്രോയിഡ് ഡോട്ട് വിഡ്ജറ്റ് ഡോട്ട് ടെക്സ്റ്റ്, ഇത് ഈ ക്ലാസ് നമുക്ക് എന്താ ഇമ്പോർട്ട് ചെയ്യാം. ഇത് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസും അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ ആൻഡ്രോയിഡ് ഡോട്ട് വിഡ്ജറ്റ് ഡോട്ട് ടെക്സ്റ്റ് ഇമ്പോർട്ട് ചെയ്യാം. ഫസ്റ്റ് വരുന്നതാണ് ടെക്സ്റ്റ് വ്യൂ. ടെക്സ്റ്റ് വ്യൂ എന്നുള്ള കൺസെപ്റ്റ് ആക്ച്വലി അത് ലാബിലാണ്. ലാബിൽ എന്നുള്ള കൺട്രോൾ ആണ് ടെക്സ്റ്റ് വ്യൂ എന്ന് പറയുന്നത്. ആ ടെക്സ്റ്റ് വ്യൂ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, അത് ടെക്സ്റ്റ് വ്യൂ. നെക്സ്റ്റ് പറഞ്ഞാൽ എഡിറ്റ് ടെക്സ്റ്റ്. ഇതിൽ കണ്ടന്റ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്യുന്ന കണ്ടന്റ് ഉദ്ദേശിച്ചത് ഡാറ്റ നമുക്ക് ടൈപ്പ് ചെയ്യാം, ആ ടൈപ്പ് ചെയ്ത് കോപ്പി ചെയ്യാം, അത് അവിടെ കൊണ്ട് വേറെ ഏതെങ്കിലും ഡാറ്റ നമുക്ക് പേസ്റ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ഏതാണ് എഡിറ്റ് ടെക്സ്റ്റ് എന്ന കൺട്രോൾ. തേർഡ് വൺ ഓട്ടോ കംപ്ലീറ്റ് ടെക്സ്റ്റ് വ്യൂ. ഇവിടെ ഓട്ടോ കംപ്ലീഷൻ ആണ്. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ കണ്ടന്റ് എഡിറ്റ് ടെക്സ്റ്റ് പോലെ തന്നെ കാണാൻ ഒരു ടെക്സ്റ്റ് ബോക്സ് ആയിരിക്കും, നമുക്ക് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു വേർഡ് ഓട്ടോമാറ്റിക് ഫില്ല് ചെയ്ത് തരും. ഇപ്പൊ കമ്പ്യൂട്ടർ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ COMP അടിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ ഫില്ല് ചെയ്ത് അവിടെ കാണാൻ പറ്റും. ഒരു സിംഗിൾ വേർഡ് അവിടെ ഫില്ല് ചെയ്ത് കാണാൻ പറ്റും. ആ ഫില്ല് ഓട്ടോമാറ്റിക് ഫില്ല് ചെയ്ത് അവിടെ ഡിസ്പ്ലേ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ എൻ്റർ അടിക്കാൻ ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വേർഡ് അവിടെ ഓട്ടോമാറ്റിക് വരും. നമുക്ക് ബാക്കിയുള്ള ടെക്സ്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം വരില്ല. സോ സിംഗിൾ വേർഡ് ഓട്ടോ കംപ്ലീറ്റ് ടെക്സ്റ്റ് വ്യൂ. തേർഡ് വൺ മൾട്ടി കംപ്ലീറ്റ് ടെക്സ്റ്റ് വ്യൂ. ഇതിവിടെ മൾട്ടിപ്പിൾ വേർഡ് ഓട്ടോമാറ്റിക് വരും. വേർഡ് ആയിരിക്കാം, ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആയിരിക്കാം. ഇപ്പൊ ഗൂഗിളിലൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ കാണാൻ പറ്റില്ല, ഹൗ ടു ടൈപ്പ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള സെന്റൻസ് അവിടെ സജഷൻസ് വരും. അപ്പൊ അതിൽ ഫസ്റ്റ് ഇവിടെ ഒരു സിംഗിൾ ലൈനിലാണ് കണ്ടന്റ് വരിക. നെക്സ്റ്റ് വേർഡുകൾ ഉള്ള ഒരു സജഷൻസ് നമുക്ക് ആ രൂപത്തിൽ കാണാൻ പറ്റും. മൾട്ടി ഓട്ടോ കംപ്ലീറ്റ് കണ്ടന്റ് ആണ് മൾട്ടി കംപ്ലീറ്റ് ടെക്സ്റ്റ് വ്യൂ. ഇവിടെ സിംഗിൾ വേർഡ് ആണ് കംപ്ലീറ്റ് ചെയ്യുക, ഇവിടെ മൾട്ടിപ്പിൾ വേർഡ് നമുക്ക് എന്ത് ചെയ്യാം, ഈ രൂപത്തിൽ സജഷൻസ് രൂപത്തിൽ കംപ്ലീറ്റ് ചെയ്ത് കാണാൻ പറ്റും. വാട്സപ്പിലൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ടെക്സ്റ്റ് ഫില്ല് ചെയ്ത് വരുന്നുണ്ടല്ലോ, അതേ രൂപത്തിൽ. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് വരുന്നത്. ഈ ഒരു 4 കണ്ടന്റുകൾ എവിടെ വരുന്നത്? ടെക്സ്റ്റ് കൺട്രോൾ ആണ് വരുന്നത്. ഇവിടെ നോക്കിയേ, ഈ പിക്ചറിൽ ആ ടെക്സ്റ്റ് കൺട്രോൾസ് പറയുന്നുണ്ട്. ഇവിടെ നോക്കിയേ, ഇതുണ്ട് ഐ ആം എ ടെക്സ്റ്റ് വ്യൂ. ഈ ഒരു പോർഷൻ ഇത് ടെക്സ്റ്റ് വ്യൂ ആണ്. ഇത് ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു പോർഷൻ ആണ്. ഈ പോർഷൻ ടെക്സ്റ്റ് വ്യൂ എന്ന് ഒരു ലാബിൽ പോലെയാണ്. ഇത് ലാബിൽ ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കോപ്പി ചെയ്യുന്ന കണ്ടന്റ് ഒന്നും കഴിയില്ല. ഇതൊരു ടെക്സ്റ്റ് വ്യൂ ആണ്, ഒരു വ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളത്. ഐ ആം എ ടെക്സ്റ്റ് വ്യൂ എന്നുള്ള കണ്ടന്റ് ഇതൊരു കൺട്രോൾ ആണ്. ഇവിടെ ഇതിന് മുകളിലുള്ള ടെക്സ്റ്റ് ആണ് ഈ ഒരു പോർഷൻ മാത്രം. ഈ സെക്കൻഡ് പോർഷൻ ആണ്, ഇവിടെ ഇതിലുള്ള ടെക്സ്റ്റ് ആണ്, എഡിറ്റ് ടെക്സ്റ്റ് ആണ് കണ്ടന്റ്. എഡിറ്റ് ടെക്സ്റ്റ് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം. കണ്ടോ, ഇവിടെ ഐ ആം ആൻ എഡിറ്റ് ടെക്സ്റ്റ് ഇവിടെ എഴുതിയുണ്ട്. ഈ ടെക്സ്റ്റ് എഡിറ്റ് ടെക്സ്റ്റ് എന്ന കൺട്രോൾ ആണ്. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം, ബ്ലാങ്ക് സ്പേസ് അവിടെ നമുക്ക് വേണ്ടി ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ ലെഫ്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്ത് വരാം. അതുപോലെ ഓട്ടോ കംപ്ലീറ്റ് ടെക്സ്റ്റ് ആണ് ഈ ഒരു കാണിക്കുന്നത്. ഓട്ടോ കംപ്ലീറ്റ്. അപ്പൊ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് അതിന്റെ കണ്ടന്റ് ഓട്ടോമാറ്റിക് ഫില്ല് ചെയ്ത് വരും. ഓക്കെ, ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് ഇംഗ്ലീഷ്, ദെൻ GER എന്ന് വരുമ്പോൾ നമ്മുടെ ജർമ്മൻ എന്നുള്ള കംപ്ലീറ്റ് ചെയ്ത് വരും, ഫില്ല് ചെയ്ത്. അത് നമ്മൾ ഓൾറെഡി നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓൾറെഡി ആ വേർഡ് നമ്മൾ ഡിക്ഷണറി ഉണ്ടായിരിക്കും. സോ ഒരു വേർഡ് ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ ബാക്കിയുള്ള ടെക്സ്റ്റും കൂടെ ഫില്ല് ചെയ്ത് വരുന്ന കണ്ടന്റ് ആണ് ഓട്ടോ കംപ്ലീറ്റ്. സിംഗിൾ വേർഡ്. മൾട്ടി ഓട്ടോ കംപ്ലീറ്റ് ടെക്സ്റ്റ് ആണ് ഇത് കാണിക്കുന്നത്. ഏതാ? സിംഗിൾ വേർഡ് മൾട്ടിപ്പിൾ വേർഡ് നമുക്ക് സജഷൻസ് കാണിക്കും ആ രൂപത്തിൽ. മൾട്ടി ഓട്ടോ കംപ്ലീറ്റ്. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് അതിന്റെ കംപ്ലീറ്റ് വേർഡ് നമുക്ക് കംപ്ലീറ്റ്, ആ 2 വേർഡ് ഉണ്ടെങ്കിൽ 2 വേർഡും കൂടെ കംപ്ലീറ്റ് ആകും. 3-4 വേർഡ്സ് ഉണ്ടെങ്കിൽ അത് എന്താണോ കണ്ടന്റ് അത് രൂപത്തിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ആ ഒരു ഓപ്ഷനാണ് മൾട്ടി ഓട്ടോ കംപ്ലീറ്റ്. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇത് എഡിറ്റ് ടെക്സ്റ്റ് ആണ്. ഐ ആം ആൻ എഡിറ്റ് ടെക്സ്റ്റ് ആണ് ടെക്സ്റ്റ്. ഇതിന്റെ മൾട്ടി ലൈൻ പ്രോപ്പർട്ടി എന്തെയ്യുന്നുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മൾട്ടിപ്പിൾ ലൈൻസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ സിംഗിൾ ലൈൻ ആണ്, ഇവിടെ മൾട്ടിപ്പിൾ ലൈൻസ് ആക്സസ് ചെയ്യാം. അവിടെ ടൈപ്പ് ചെയ്യുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യും ഒരു ലൈൻ. ഇപ്പൊ അഡ്രസ് ഒക്കെ ടൈപ്പ് ചെയ്യുന്ന 3 ലൈൻസ് മിനിമം വേണം അല്ലെ, 5 ലൈൻസ് ആണ് പറയാറ് അഡ്രസ് ചെയ്തിട്ടുമ്പോൾ. അപ്പൊ അത്രയും ലൈൻസ് നമുക്ക് ഇവിടെ ആക്സസ് ചെയ്ത് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എഡിറ്റ് ടെക്സ്റ്റിന്റെ പ്രോപ്പർട്ടി നമ്മൾ ചേഞ്ച് ചെയ്യും. ഇതെല്ലാം എഡിറ്റ് ടെക്സ്റ്റ് എന്ന കണ്ടന്റിൽ വരുന്നതാണ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് കൺട്രോൾ ആണ് വരുന്നത് ബട്ടൺ കൺട്രോൾ. ബട്ടൺ കൺട്രോൾ വരുന്നത് ആൻഡ്രോയിഡ് ഡോട്ട് വിഡ്ജറ്റ് ഡോട്ട് ബട്ടൺ. ഈ ഒരു ക്ലാസ് നമുക്ക് എന്ത് ചെയ്യണം, ഇമ്പോർട്ട് ചെയ്യണം.
അതെങ്ങനെ ഇമ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ബട്ടൺ എന്ന് പറയുന്ന ആ ഒരു ക്ലാസ്സസിലുള്ള കംപ്ലീറ്റ് പ്രോപ്പർട്ടീസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതിനാണ് ബട്ടൺ ഉദ്ദേശിച്ചത്. വിഡ്ജറ്റ് ഡോട്ട് ബട്ടൺ ഇത് ഇമ്പോർട്ട് ചെയ്യണം, ജാവയിൽ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യാം. നോക്കാം ബട്ടൺ വരുന്നത് ബേസിക് ബട്ടൺ. ഇത് നോർമൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ബട്ടൺ ആണ് ബേസിക് ബട്ടൺ എന്ന് പറയുന്നത്. ഇത് കൂടാതെ വേറെയും ബട്ടൺസ് ഉണ്ട്. അതാണ് നമുക്ക് ഇമേജ് ബട്ടൺ. നമുക്ക് ചെറിയൊരു ഇമേജ് കാണാൻ പറ്റും. ആ ഇമേജ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബട്ടന്റെ ആക്ടിവേഷൻ ആണ്. ആ ഇമേജ് അല്ല ക്ലിക്ക് ചെയ്യുന്നത്, ആക്ച്വലി ഒരു ബട്ടൺ ആണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ ആ ഇമേജിനെ എല്ലാം ചെയ്ത് വരും, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലൊക്കേഷനിലേക്ക് ചേഞ്ച് ചെയ്യും. അത് അതിലുള്ള ഇമേജ് ബട്ടന്റെ അകത്ത് കോഡ് ചെയ്തിട്ടുണ്ടാവും, ആ കോഡ് വെച്ചാൽ വർക്ക് ചെയ്യാം. എനിവേ ഇതൊരു ഇമേജ് ആയിരിക്കും. ആ ബട്ടന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഇമേജ് ഉണ്ടായിരിക്കും. ആ ഇമേജ് നമ്മൾ ഇമേജ് ആയിരിക്കും കാണുക. ചെറിയൊരു ബട്ടൺ രൂപത്തിൽ ഒരു ഇമേജിന്റെ ഒരു ഐക്കൺ രൂപത്തിൽ ചെറിയൊരു ഇമേജ് കാണും. ആക്ച്വലി അത് ഇമേജ് അല്ല, ബട്ടൺ ആണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആ ഇമേജുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും പോവുക. അതിനാലുള്ള ഒരു ആ ഒരു പെർഫെക്റ്റ് ഇമേജ് ആണ് കൊടുക്കുന്നത്. ഒന്നെങ്കിൽ ആ ഇമേജിനെ എൻലാർജ് ചെയ്ത് വരും, അതല്ലെങ്കിൽ ആ ഇമേജ് ഒരു കോളേജിന്റെ ഈ പിക്ചറാണ്, ആ കോളേജിന്റെ വെബ്സൈറ്റിലേക്ക് നമുക്ക് പോകാം. യൂണിവേഴ്സിറ്റി ആണ്, യൂണിവേഴ്സിറ്റി അണ്ടറിലേക്ക് പോകാം. ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ആ ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഉള്ള ഒരു പേജിലോട്ട് ഡയറക്റ്റ് ചെയ്യാം. അതൊക്കെ നമ്മൾ അതിന്റെ ജാവ കോഡ് ചെയ്തു. ഓക്കെ, എനിവേ ബട്ടന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ആ ഇമേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഇമേജുമായി ബന്ധപ്പെട്ട ഒരു കണ്ടന്റിലോട്ട് നമ്മൾ മൂവ് ചെയ്യും. അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ട് തന്നെ മൂവ് ചെയ്യുന്നില്ല, ബൈ ഡിഫോൾട്ട് അങ്ങനെയാണ് ഉണ്ടാവാറ് പൊതുവെ. അവർ ഇമേജ് സ്പെസിഫിക് ഹോമിൽ ഒരു പിക്ചർ കൊടുത്തു കഴിഞ്ഞാൽ ക്ലിക്ക് കഴിഞ്ഞാൽ നമുക്ക് ആ കറന്റ് വെബ്സൈറ്റിന്റെ ഹോമിലോട്ട് റീഡയറക്ട് ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറ്. ദെൻ ഇമേജ് ബട്ടൺ. അത് ലാസ്റ്റ് വൺ ടെഗിൾ ബട്ടൺ. ടെഗിൾ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഓൺ ഓഫ് ബട്ടൺ അല്ലെ. ഒരു ക്ലിക്ക് ചെയ്താൽ അത് ഓൺ ആവും, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ അത് ഓഫ് ആവും. ഇപ്പൊ ഏത് സ്റ്റേറ്റിലാണോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് സ്റ്റേറ്റിലേക്ക് മാറും. ഇപ്പൊ വൈഫൈ ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, അതുപോലെ നമ്മുടെ GPS ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, ഇതൊക്കെ നമുക്ക് മൊബൈലിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ പറഞ്ഞ് അവിടെ കിട്ടും അല്ലെ. ആ ഒരു നോട്ടിഫിക്കേഷൻ ബോക്സിൽ നമുക്ക് അവൈലബിൾ ആണ് ഈ വൈഫൈ ഒക്കെ. ആക്ച്വലി അതിനെ ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സെറ്റിംഗ്സിൽ പോകും. ആ സെറ്റിംഗ്സ് നമുക്ക് കറക്റ്റ് ഈ ടെഗിൾഡ് ബട്ടൺ കാണാൻ പറ്റും, ഓൺ ഓഫ് അല്ലെ. ഓൺ ആയി കഴിഞ്ഞാൽ അത് ഗ്രീൻ കളറിൽ കാണും, ഓഫ് ആകുമ്പോൾ ഗ്രീൻ കളറിൽ കാണും. നമുക്ക് നോക്കാം, നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം എക്ലിപ്സ് എന്ന് കണ്ട കണ്ടന്റ്. ഓക്കെ, എക്ലിപ്സ് ഓപ്പൺ ചെയ്യാം. എക്ലിപ്സ് വഴിയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. ആൻഡ്രോയിഡ് ഡെവലപ്പർ ടൂൾസ്. ഓക്കെ, ഈ ഐഡിയിൽ നമുക്ക് പുതിയൊരു ഓപ്പൺ ആക്കാം. ന്യൂ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പ്രൊജക്ട് മൈ പ്രോഗ്രാം. ദെൻ നമ്മുടെ എക്സാമ്പിൾ ഡോട്ടുള്ള കണ്ടന്റ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ANDROUBLEOS. ഓക്കെ, ദെൻ നെക്സ്റ്റ്. ഇത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, എന്താണ് കണ്ടന്റ് ഒക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തൊരു ആ വീഡിയോ കാണാം, ഫസ്റ്റ് പ്രോഗ്രാമിന്റെ ആപ്ലിക്കേഷൻ. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ഐക്കൺ ഉണ്ട്, നമുക്കൊരു ഐക്കൺ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഐക്കൺ സെറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ്, ദെൻ ഫിനിഷ്. ഓക്കെ, നമ്മുടെ വിൻഡോ ലോഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മൈ പ്രോഗ്രാം എന്നുള്ള പേജ്. ഇനി നമുക്കിവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് കൊണ്ടുവന്നിട്ടാണ്. ഇവിടുത്തെ ടെക്സ്റ്റ് ബോക്സ് കിട്ടുക ഫസ്റ്റ് ടെക്സ്റ്റ് കൺട്രോൾസ് ആണ്. ആ ടെക്സ്റ്റ് കൺട്രോൾസ് ഫസ്റ്റ് ടെക്സ്റ്റ് വ്യൂ. ഇതാണ് ടെക്സ്റ്റ് വ്യൂ. കണ്ടോ, ഇവിടെ ടെക്സ്റ്റ് വ്യൂ. അതുപോലെ ഇവിടെ ഇത് ലാർജ് ടെക്സ്റ്റ് ആണ്. ഇതെല്ലാം ടെക്സ്റ്റ് വ്യൂസ് ആണ്. മീഡിയം ടെക്സ്റ്റ്, സ്മാൾ ടെക്സ്റ്റ്. നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ലാർജ് കൊടുത്തിടാം. ഇതാണ് ആക്ച്വൽ ടെക്സ്റ്റ് വ്യൂ. ടെക്സ്റ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു ലേബൽ ആണ് അല്ലെ. ലേബൽ എന്ന കൺസെപ്റ്റ് ആണ് ടെക്സ്റ്റ് വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ കണ്ടന്റുകളും ഇവിടെ പ്രോപ്പർട്ടീസ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഇതുപോലെ ഇത് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ XML കോഡ് ഇവിടെ കാണാൻ കഴിയും. ഇതാ ഇവിടെ നമുക്ക് XML കോഡ് വർക്ക് ചെയ്യിപ്പിക്കാം. ഒരു വാണിംഗ് ഉണ്ട്. ഇത് എന്ത് വാണിംഗാ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ത് വാണിംഗാ, സ്ട്രിംഗ് അല്ലെ. സ്ട്രിംഗ് ഡോട്ട് XML എന്ന് പറഞ്ഞ കണ്ടന്റിൽ ഈ ലാർജ് ടെക്സ്റ്റിന്റെ കണ്ടന്റ് ആഡ് ചെയ്തിട്ടില്ല അല്ലെ. അതുകൊണ്ടാണ് വാണിംഗ് വരുന്നത്. ഇത് വാണിംഗ് മാത്രമേ ഉള്ളൂ. ഓക്കെ, എറേഴ്സ് ഒന്നുമല്ല. ഓക്കെ, ദെൻ കണ്ടന്റ് നോക്കുക. ഇതാണ് ലാബിൽ. ഈ ലാബിന്റെ മുകളിലുള്ള ടെക്സ്റ്റ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ലാബിന്റെ മുകളിൽ ലാർജ് ടെക്സ്റ്റ് എന്നാണ്. ഇത് മാറ്റി നമുക്ക് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഒരു കണ്ടന്റ് കൊടുക്കാം. ഡിസ്പ്ലേന്റെ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഇത് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഡിസ്പ്ലേ കണ്ടോ. ഇനി നമുക്കത് കൂടാതെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഇവിടെ അവൈലബിൾ ആണ്. ഈ പ്രോപ്പർട്ടീസ് എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. എത്ര ലൈൻസ് ആഡ് ചെയ്യണം, അതിന്റെ മാക്സിമം ഹൈറ്റ് എത്രയാണ്, ലൈൻസ് ഇതെല്ലാം നമുക്ക് സെറ്റ് കൊടുക്കാം. നമ്പേഴ്സിന്റെ സെന്റർ ഉണ്ടോ, നോർമൽ, ബോൾഡ്, ഇറ്റാലിക്. നമുക്ക് ഈ ബോൾഡ് ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ഈ ഒരു ഇന്റർഫേസ് ഇവിടെ ഇങ്ങോട്ട് നോക്കുക. ഇവിടെ ഈ ഒരു പോർഷനിൽ ഞാൻ ഇവിടെ ബോൾഡ് ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, ബോൾഡ് ആയിട്ട് സൈസ് കൂട്ടാം. ടെക്സ്റ്റ് സൈസ് കണ്ടോ, ഒരു 36 കൊടുക്കാം. 36 DP SP. ഓക്കെ, SP കൊടുക്കാം. നോർമൽ ഡിഫോൾട്ട് ഉണ്ടാവും. ടെക്സ്റ്റ് സൈസ് കൂട്ടി ഇതെല്ലാം ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന ഓട്ടോമാറ്റിക് ഒരു സൈസ് വരുന്നതാണ് 36 SP ടെക്സ്റ്റ് സൈസ്. ഇതെല്ലാം പ്രോപ്പർട്ടീസ് ആണ്. ഇവിടെ നമുക്ക് ഒന്നെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് അവിടെ നമുക്ക് ഇന്റർഫേസിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പോർഷനിൽ ഇതെല്ലാം സെറ്റിംഗ്സും അവിടെ കിട്ടും. മാക്സിമം ലെങ്ത് ഇവിടെ എത്ര ലെങ്ത് ഉണ്ട്, 8 ലെറ്റേഴ്സ് ഉണ്ട്, ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇവിടെ 5 കൊടുത്തു. മാക്സിമം ലെങ്ത് 5 കൊടുത്തു വിചാരിക്കാം. 5 അപ്പൊ ഉണ്ടോ 5 വാല്യൂസ് കിട്ടുന്നുള്ളൂ. ഡിസ്പ്ലേ കംപ്ലീറ്റ് ഉണ്ടല്ലോ, പക്ഷെ നമ്മളിവിടെ 5 വാല്യൂസ് ഇവിടെ പ്രിന്റ് ചെയ്ത് വന്നുള്ളൂ. അതാണ് മാക്സിമം ലെങ്ത് ആണ് കണ്ടന്റ്. ഓക്കെ, അപ്പൊ അത് കൊടുത്തുകൊണ്ടാണ് അതിനെ വന്നുള്ളത്. അപ്പൊ അങ്ങനെ നമുക്ക് സെറ്റിംഗ് സെറ്റ് ചെയ്ത് എല്ലാ സെറ്റിംഗ്സും അവൈലബിൾ ആണ്.
കോമൺ ആയിട്ട് ഓരോ കൺട്രോൾസിന്റെയും ഒരു 6 7 ഈ പ്രോപ്പർട്ടീസ് നിങ്ങൾ ഓർത്ത് വെക്കണം. എക്സാമിന് ഏതെങ്കിലും കൺട്രോൾസ് ചോദിക്കുമ്പോൾ അതിന്റെ കൂടെ ആ കൺട്രോൾ മാത്രം എഴുതിയാൽ പോലെ അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് കൂടെ എഴുതി വെക്കണം. അപ്പൊ ഈ പ്രോപ്പർട്ടീസ് നമുക്ക് ഒരു 6 പഠിച്ചു വെക്കാം, ഒരു മിനിമം ഒരെണ്ണം. എല്ലാ കൺട്രോൾസിനും കോമൺ ആയിട്ട് വരുന്ന പ്രോപ്പർട്ടീസ് ഉണ്ടാവും, ഒരു 6 7 കോമൺ ആയിട്ട് ഉണ്ടായിരിക്കും. അപ്പൊ അത് തന്നെ പഠിച്ചാലും മതി. ഓക്കെ, അപ്പൊ എല്ലാം നമുക്ക് അറിയുന്ന കണ്ടന്റ് ആണ്. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ, ടെക്സ്റ്റ് സൈസ്, ഇതെല്ലാം എല്ലാത്തിനും ഉണ്ടാവും. ബട്ടൺ ഉണ്ടായിരിക്കും, കൺട്രോൾസ് എല്ലാ കൺട്രോൾസും ഉണ്ടായിരിക്കും, ടെക്സ്റ്റ് സൈസ്, ഹിന്റ്, അതുപോലെ പാസ്വേഡ്, നോട്ടിഫിക്കേഷൻ, പെൻഡിങ്, ഇതുപോലെ ഓരോ കണ്ടന്റ് നോക്കിയാൽ മതി. ഇത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസ് അവൈലബിൾ ആവും. കണ്ടോ, ടെക്സ്റ്റ് സ്റ്റൈൽ, ഫോണ്ട് ഫാമിലി, നമുക്ക് ഫോണ്ട് സെറ്റ് കൊടുക്കാം. ഏത് ഫോണ്ട് വേണ്ടിയിട്ട് ആ ഫോണ്ട് സെറ്റ് കൊടുക്കാം. എല്ലാ കൺട്രോൾസ് ഇതുപോലെ ടെക്സ്റ്റ് കളർ, ഫോർഗ്രൗണ്ട് കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ, ഇതെല്ലാം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അതേ കണ്ടന്റ് എവിടെയും കിട്ടുക, ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം. ഈ ഒരു പോർഷനിൽ നമുക്ക് ടൈപ്പ് ചെയ്തുകൊണ്ട് കണ്ടന്റ് വർക്ക് ചെയ്യിപ്പിക്കാം. സോ ടെക്സ്റ്റ് വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ എടുത്ത് വെക്കും, ലേബൽ കൺട്രോൾ. ഇനി എഡിറ്റ് ടെക്സ്റ്റ് അല്ലെ, ടെക്സ്റ്റ് ഫീൽഡ് എന്ന ഓപ്ഷൻ കണ്ടോ, ഇതിലാണ് ഓപ്ഷൻ ഉള്ളത്. ഇതാ ഓപ്ഷൻ, ഇത് പ്ലെയിൻ ടെക്സ്റ്റ്, ഇതെല്ലാം ടെക്സ്റ്റുകളാണ്. നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കണ്ടന്റ് ആയിട്ടുള്ളത്. ഇതെല്ലാം നോർമലി നമുക്ക് എഡിറ്റ് ടെക്സ്റ്റിൽ യൂസ് ചെയ്യാം. അതുപോലെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഒരു പേഴ്സൺ നെയിം അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ചെയ്യാനുള്ള കണ്ടന്റ് ആണ് കൊടുത്തുള്ളത്. നെക്സ്റ്റ് വൺ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇത് ന്യൂമറിക് പാസ്വേഡ് മാത്രം എൻ്റർ ചെയ്യാനില്ല, ഇത് ക്യാരക്ടേഴ്സ് എൻ്റർ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഇമെയിൽ അഡ്രസ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള എഡിറ്റ് ടെക്സ്റ്റ്. അതുപോലെ നമ്പേഴ്സ്, നമ്മൾ ഫോൺ നമ്പേഴ്സ് എൻ്റർ ചെയ്യാനല്ലേ, ഫോൺ നമ്പർ എൻ്റർ ചെയ്യാനുള്ള, ഇതൊക്കെ ഓരോ പ്രോപ്പർട്ടീസ് റെസ്ട്രിക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇമെയിലിൽ @ഉം ഡോട്ടും ഈ ഒരു കണ്ടന്റ് അതിനിടയ്ക്ക് വരുന്ന ആ ഡൊമൈൻ നെയിം ഇതില്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് റിട്രീവ് എറർ വരും. അത് ബൈ ഡീഫോൾട്ട് ആയിട്ട് ഈ ഫസ്റ്റ് നെയിം ഈ പറഞ്ഞ ഈ ഒരു ടെക്സ്റ്റിൽ ഉണ്ടാവില്ല. ഞാൻ അതുകൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ബൈ ഡീഫോൾട്ട് ഈ ഒരു കണ്ടന്റ്. അതുകൊണ്ടാണ് അഡ്രസ് എഴുതാൻ വേണ്ടി എന്ത് വേണം, മൾട്ടിപ്പിൾ ലൈൻസ് വേണം, മൾട്ടി ലൈൻ ടെക്സ്റ്റ്. ഇത് നമുക്ക് ഇവിടെ ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞ ഈ ഒരു ടെക്സ്റ്റിന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. മൾട്ടി ലൈൻ പ്രോപ്പർട്ടി ട്രൂ ആക്കി കൊടുത്താൽ എത്ര ലൈൻസ് വേണുള്ളത്. അതുപോലെ ഇവിടെ നോക്കിയേ, ഇതാ ടൈമിന് ഫോർമാറ്റ് ഉണ്ട്, ആ ഫോർമാറ്റിൽ എൻ്റർ ചെയ്യണം. അതും എൻ്റർ ചെയ്യുന്ന എഡിറ്റ് ടെക്സ്റ്റ് ആണ്. ഡേറ്റ് എൻ്റർ ചെയ്യാനുള്ളത്, ഇത് നമ്പേഴ്സ്, ന്യൂമറിക് നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ, നെഗറ്റീവ് വാല്യൂസ് എൻ്റർ ചെയ്യാനുള്ള പോർഷൻ, അതുപോലെ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ എൻ്റർ ചെയ്യാനുള്ള കണ്ടന്റ്, ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഫോട്ടോയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ടെക്സ്റ്റ് വ്യൂ എന്നുള്ള കണ്ടന്റ്. നമുക്കൊന്ന് ഫസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം ടെക്സ്റ്റ് വ്യൂ. ഇതിനും പ്രോപ്പർട്ടീസ് നമുക്ക് അവൈലബിൾ ആണ്. കണ്ടോ, ഇതേ കൺട്രോൾസ് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം റൈറ്റ് സൈഡിൽ ഇതിലുണ്ട് പ്രോപ്പർട്ടീസ് കാണാൻ പറ്റും, കണ്ടില്ലേ. സോ ഇതിന്റെ പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാം. നോക്കിയേ, ഈ കൂടെ നോക്കിയേ, ആൻഡ്രോയിഡ് കോളൻ പാസ്വേഡ് ഈക്വൽ ടു ട്രൂ ഓർ ഫാൾസ്. ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു കണ്ടന്റ് നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ പാസ്വേഡ് രൂപത്തിൽ ടൈപ്പ് ചെയ്യാം. എന്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും അത് സ്റ്റാർ ആയിട്ട് അവിടെ കാണിക്കാം. നോക്കിയാൽ റൺ ചെയ്ത് നോക്കാം. ഇത് റൺ ചെയ്യില്ല എങ്ങനെയാ, ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസ് മാനേജർ അല്ലേ, ക്ലിക്ക് ചെയ്യുക, നമ്മൾ ഡിവൈസ് ക്ലിക്ക് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ് ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസസ് എന്നുള്ള കണ്ടന്റ്. അറിയില്ലെങ്കിൽ ആ കാണാത്ത വീഡിയോ കാണാം. ഓക്കെ, ദെൻ ലോഞ്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അത് ലോഡ് ചെയ്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ആ ഒരു പോർഷനിൽ നമുക്ക് ഇവിടെ നെക്സ്റ്റ് കൺട്രോൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ്, ഇത് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് ലേബലായിരുന്നു. ഇപ്പോ എഡിറ്റ് ടെക്സ്റ്റ് അല്ലെ, ഇത് പാസ്വേഡ് നമ്മൾ സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഈ പാസ്വേഡ് സെറ്റ് ചെയ്ത് ഇപ്പൊ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ, പക്ഷെ ഓൾറെഡി ഇത് സെറ്റ് ചെയ്ത കണ്ടന്റ് ആണ് ഈ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഇത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഇട്ടാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക് പാസ്വേഡ് സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊന്ന് കോപ്പി ചെയ്തിട്ട് ഫയലിനെ, ഇത് ഫസ്റ്റ് വൺ, ഇത് നോർമലി നമുക്ക് ടെക്സ്റ്റ് എല്ലാം ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് ആണ് ഇവിടെ. പക്ഷെ ഇതിൽ നമുക്ക് ന്യൂമറിക് എന്ന് പറഞ്ഞ കണ്ടന്റ് നമുക്ക് സെറ്റ് കൊടുക്കാം. നമ്പർ മാത്രം എൻ്റർ ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ടോ, ഇതുപോലെ താഴെ നമ്പർ കണ്ടോ, ഇവിടെ നിന്ന് കാണിക്കേണ്ട നമ്പർ എന്ന ഓപ്ഷൻ. അപ്പൊ ഈ ഒരു കണ്ടന്റ് നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ സെറ്റ് കൊടുക്കാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടെ വരും. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ആൻഡ്രോയിഡ് കോളൻ ന്യൂമറിക്. കണ്ടോ, ന്യൂമറിക് ഈസ് ഈക്വൽ ടു ഇന്റിജർ സൈൻഡ് ഡെസിമൽ. അപ്പൊ ഇന്റിജർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫീൽഡിൽ ഇനി നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഈ ഒരു ഫീൽഡിൽ ഇവിടെ ഇന്റിജർ മാത്രം ടൈപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് ഈ ഒരു കേസ്. ഇവിടെ ന്യൂമറിക് ഉണ്ട്, ഇവിടെ ഇത് സൈൻഡ് ആണ്. അത് നമ്മൾ താഴെ ടൈപ്പ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും സൈൻഡ്. നോക്കിയേ, ഇതിന്റെ പോർഷനിൽ ഇവിടെ ന്യൂമറിക് ഇന്റിജർ കണ്ടില്ലേ, ഇവിടെ നമ്മൾ കൺട്രോൾ സ്പേസ് അടിച്ചിട്ടുണ്ട് സൈൻഡ്. ഈ സൈൻഡ് തന്നെ കണ്ടന്റ് ആണ് തൊട്ട് പുറത്ത് ഇവിടെ നമ്മൾ കണ്ടത്. ഈ ഒരു സൈൻഡ് ആണ് ഓപ്ഷൻ, ഇതാ ഇവിടെ സൈൻഡ്. അതുപോലെ ഇവിടെ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആണ്, ഡെസിമൽ നമ്പർ സീറോസ് വരുന്ന ഡെസിമൽ പോയിന്റ് വെച്ച് വർക്ക് ചെയ്യുന്നത്. ആ ഒരു കണ്ടന്റ് ആണ് നമ്മൾ ഇവിടെയും കണ്ടത്. ഇവിടെ കൺട്രോൾ സ്പേസ് കഴിഞ്ഞാൽ കണ്ടത് ഡെസിമൽ. അപ്പൊ ഇതൊക്കെ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് കണ്ടന്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ ആ പ്രോപ്പർട്ടി പിന്നെ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഇടാം. ക്ലിയർ അല്ലേ? ദെൻ ഇത് ഓട്ടോ കംപ്ലീറ്റ്, നമ്മൾ നെക്സ്റ്റ് പഠിച്ചൊരു കണ്ടന്റ് ഓട്ടോ കംപ്ലീറ്റ്. കണ്ടോ, ഇത് നമുക്ക് ഫസ്റ്റ് ഈ കണ്ടന്റ് ഓട്ടോ കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എങ്ങനെയാ, ഈ ഓട്ടോ കംപ്ലീറ്റ് ടെക്സ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, ഓട്ടോ കംപ്ലീറ്റ്.
അപ്പൊ ഈ ഒരു കണ്ടന്റിൽ നമുക്ക് ഇതുപോലെ പ്രോപ്പർട്ടീസ് അവൈലബിൾ ആണ്. ഇതിന്റെ പ്രോപ്പർട്ടി നമുക്ക് സെറ്റ് കൊടുക്കാം. എല്ലാം എഡിറ്റ് ടെക്സ്റ്റ് ആണ്. അത് എഡിറ്റ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ കണ്ടന്റിൽ ഓരോന്നും ഓരോ പ്രോപ്പർട്ടി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ അതനുസരിച്ചുള്ള കണ്ടന്റ് ആയിട്ട് മാറും. മൾട്ടി ഓട്ടോ കംപ്ലീറ്റ് ലാസ്റ്റ് വൺ കണ്ടോ. നമുക്ക് ഈ ഒരു കൺട്രോളിനെ വേണമെങ്കിൽ മൾട്ടി ഓട്ടോ കംപ്ലീറ്റ് ടെക്സ്റ്റ് ആക്കി മാറ്റാം, അല്ലെങ്കിൽ ഓട്ടോ കംപ്ലീറ്റ് ടെക്സ്റ്റ് വ്യൂ ആക്കി ചേഞ്ച് ചെയ്യാം. എന്ത് വേണം, അതിന്റെ പ്രോപ്പർട്ടി സെറ്റ് ചെയ്യണം. ഇത് വേണമെങ്കിൽ ഇതിനെ ലാബിലാക്കി ടെക്സ്റ്റ് വ്യൂ ആക്കി ചേഞ്ച് ചെയ്യാം. പക്ഷെ എന്ത് വേണം, പ്രോപ്പർട്ടി സെറ്റ് ചെയ്ത് കൊടുക്കണം. എല്ലാം കോമൺ. എഡിറ്റ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു കണ്ടന്റ് ടെക്സ്റ്റ് വ്യൂലെ കണ്ടന്റാണ് വരുന്നത്. നമുക്ക് അതിന്റെ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് വേണ്ട രൂപത്തിൽ അറേഞ്ച് ചെയ്യാം. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു കണ്ടന്റ് ആണ്, ടെക്സ്റ്റ് വ്യൂലെ കണ്ടന്റ് ആണ് അഡ്രസ് എന്ന് പറഞ്ഞത്. 3-4 ലൈൻസ് എന്തായാലും വേണ്ടി വരും. അപ്പൊ അതിന് ഇതിന് മൾട്ടി ലൈൻ പ്രോപ്പർട്ടി സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ലൈൻസ് എന്നാണ് പ്രോപ്പർട്ടി അല്ലെ, ആൻഡ്രോയിഡ് കോളൻ ലൈൻസ്. എത്ര ലൈൻസ് വേണം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ താഴെ നമുക്ക് 25 ലൈൻസ് എൻ്റർ ചെയ്യാൻ പറ്റും. 2 ലൈൻസ് എന്ന് പറഞ്ഞാൽ 2 ലൈൻസ് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഈ ഒരു കണ്ടന്റ് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇത് റൺ ആസ് ഉണ്ടായിരിക്കും കണ്ടോ. ആപ്ലിക്കേഷൻ റൺ ചെയ്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആൻഡ്രോയിഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നമ്മൾ എവിഡി ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ലോക്ക് ഓപ്പൺ ആക്കുക. ഓക്കെ, ഇവിടെ കണ്ട ആപ്ലിക്കേഷൻ അപ്ലോഡിങ് മൈ പ്രോഗ്രാം APK. ഈ APK ഡിവൈസിക്ക് അപ്ലോഡ് ചെയ്യാണ്. അതിനുശേഷം ഇൻസ്റ്റാളിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ സക്സസ് എന്ന് കാണിക്കും. ഇൻസ്റ്റാളേഷൻ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ APK എററിനെ കാണിക്കില്ല. ഓക്കെ, സക്സസ് ആണ്. സ്റ്റാർട്ടിങ് ആക്ടിവിറ്റി ഓപ്പൺ ആയി വരും. നമ്മുടെ പ്രോഗ്രാം ഡിസ്പ്ലേ എന്നുള്ള കണ്ടന്റും അതുപോലെ അതിന്റെ കോഡുകളും. ഓക്കെ അല്ലേ. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം. ക്ലിക്ക് ചെയ്യാം. കണ്ടോ, ഇത് എന്തിനാ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്യാരക്ടേഴ്സ് ടൈപ്പ് ചെയ്യാം. കണ്ടോ, പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ടൈപ്പ് ചെയ്യുന്നതൊക്കെ പാസ്വേഡ് ആയിട്ട് വരുന്നത് കണ്ടോ. ആ പ്രോപ്പർട്ടി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം. കണ്ടോ, ഇത് ഫസ്റ്റ് നെയിം എന്നാണ് കണ്ടന്റ് ആയിരുന്നു. ടൈപ്പ് ചെയ്ത് വരുന്നുണ്ട് കണ്ടന്റ്. നോ പ്രോബ്ലം. ഓട്ടോ കംപ്ലീറ്റ് മൾട്ടി ഓട്ടോ കംപ്ലീറ്റ് ടെക്സ്റ്റ്. ഐ ആം ദ പീപ്പിൾ മൾട്ടിപ്പിൾ ഓട്ടോ കംപ്ലീറ്റ് ടെക്സ്റ്റ്. ഇതെല്ലാം നമുക്ക് ഇതുപോലെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം. ഇനി നമ്മൾ ക്ലാസ്സിന് ശേഷം ഓരോന്നും പ്രോഗ്രാം ചെയ്യുമ്പോൾ ഓരോന്നും നമുക്ക് അതിനനുസരിച്ചുള്ള കൺട്രോൾസ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് വ്യൂവിന്റെ കണ്ടന്റ് മനസ്സിലായില്ലേ. ടെക്സ്റ്റ് എഡിറ്റ് ടെക്സ്റ്റ് പറഞ്ഞാൽ ടെക്സ്റ്റ് കൺട്രോളിന്റെ ടെക്സ്റ്റ്. ഫസ്റ്റ് വൺ ടെക്സ്റ്റ് വ്യൂ, സെക്കൻഡ് വൺ എഡിറ്റ് ടെക്സ്റ്റ്, തേർഡ് വൺ ഓട്ടോ കംപ്ലീറ്റ് ടെക്സ്റ്റ്, ദെൻ മൾട്ടി ഓട്ടോ കംപ്ലീറ്റ് ടെക്സ്റ്റ് വ്യൂ. ഇങ്ങനെ 4 രൂപത്തിലാണ് എഡിറ്റ് ടെക്സ്റ്റുകൾ ഉള്ളത്. ഓക്കെ, ടെക്സ്റ്റ് കൺട്രോൾസ്. ദെൻ ഇനി നെക്സ്റ്റ് വരുന്ന ബട്ടൺ കൺട്രോൾ നോക്കാം. ബട്ടൺ കൺട്രോൾസ് എങ്ങനെ നോക്കാം. ഇതെല്ലാം ഡിലീറ്റ് ചെയ്യാൻ. ഓക്കെ, ഇപ്പൊ ബ്ലാങ്ക് ആയി. ഇനി ബട്ടൺ കൺട്രോൾ ഫോം വിഡ്ജറ്റിനാണ് ബട്ടൺ യൂസ് ചെയ്യുന്നത്. ഇതാണ് നോർമൽ ബട്ടൺ. സിംഗിൾ നമുക്ക് ഒരു ബട്ടൺ കോപ്പി ചെയ്തിട്ട് അല്ലെ. ബട്ടൺ കൺട്രോൾ നമുക്ക് ഇതിന് മുമ്പ് ഒരു എക്സാമ്പിൾ ഒക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ്. അപ്പൊ ബട്ടൺ കൺട്രോളിന്റെ പ്രോപ്പർട്ടി ആണ് കാണുന്നത്. നോർമൽ ബട്ടൺ ഇവിടെ ബട്ടൺ. ഈ ഒരു എറർ നമുക്കറിയാം. ഇത് എറർ അല്ല, വാണിംഗ് ആണ്. എന്താണ്, സ്ട്രിംഗ് ഡോട്ട് നമുക്ക് അങ്ങനെ സെറ്റ് കൊടുക്കാം. വാണിംഗ് മാത്രം സ്ട്രിംഗ് ഡോട്ട് XML. ആ ബട്ടന്റെ മുകളിലുള്ള ക്യാപ്ഷൻ ചേഞ്ച് ചെയ്ത് അതാണ് പ്രശ്നം. ഇവിടെ നമുക്ക് ക്യാപ്ഷൻ എന്ത് കൊടുക്കാം, XML കോഡിൽ സ്ട്രിംഗ് നെയിം ഇസ് ഈക്വൽ ടു ഡബിൾ കോഡ്സിൽ നമുക്ക് വാല്യൂ കൊടുക്കാം. നെയിം ഇസ് ഈക്വൽ ടു BT എന്ന് കൊടുക്കാം. BTNN ഡബിൾ N കൊടുക്കാം. BTN അതിന്റെ വാല്യൂ എന്ത് കൊടുക്കാം, ഷോ എന്ന് കൊടുത്തു. അപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു BT എന്നുള്ള ഈ ഒരു വേരിയബിൾ നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യണം. ഈ കോഡിൽ ഇങ്ങനെ കൊടുക്കുക. റിസോഴ്സ് എങ്ങനെ ആക്സസ് ചെയ്യാം, @string ദെൻ കൺട്രോൾ സ്പേസ് അടിച്ച് അവിടെ കൊടുത്ത എല്ലാ സ്ട്രിംഗ് കാണാൻ പറ്റും. കണ്ടോ, ആപ്പ് നെയിം സ്ട്രിംഗ് ഹലോ വേൾഡ് BTNN കണ്ടോ, BT കൊടുത്തു. അപ്പൊ BT എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൽ ആ ഒരു സ്ട്രിംഗ് അറിയാൻ സെറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ എന്താ ഡാറ്റ വരും. ഇപ്പൊ ഇവിടെ നിന്ന് കൺട്രോൾ പോയല്ലോ അല്ലെ, ഇവിടെ എറർ കാണിക്കണില്ലല്ലോ. ക്ലിയർ ആയി. ഓക്കെ, സോ ഇവിടെ നോക്കി ആ ലേഔട്ടിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഷോ എന്നാ കാണിക്കുന്നത് കേട്ടോ. ബട്ടൺ അല്ല, ഷോ എന്നല്ല കാണിക്കുന്നത്. ഈ ഷോ എന്തായിരുന്നു, ഒരു സ്ട്രിംഗ് ആക്കി നമ്മൾ സെറ്റ് കൊടുത്തു കേട്ടോ. ഷോ എന്നുള്ള സ്ട്രിംഗ് ഇവിടെ കൊടുത്തു. ഇവിടെ നമുക്ക് എന്തും ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഗുഡ് മോർണിംഗ് കൊടുത്തു വിചാരിക്കാം. ഗുഡ് മോർണിംഗ് കൊണ്ട് സേവ് ചെയ്തു. അതോടുകൂടി എന്തെങ്കിലും ആ കണ്ടന്റ് ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഗുഡ് മോർണിംഗ് വന്നിട്ടുണ്ടല്ലോ. ക്ലിയർ ആയില്ലേ. അപ്പൊ ഇങ്ങനെ നമുക്ക് ബട്ടണിലെ കൺട്രോൾസ് എല്ലാം ചെയ്യാം. ഒരുപാട് കൺട്രോൾസ് ഉണ്ട്. ഓക്കെ, ടെക്സ്റ്റ് കളർ, ഫോർഗ്രൗണ്ട് കൗണ്ടർ. അതിന് മുമ്പ് നമ്മൾ എക്സാമ്പിൾ ബട്ടൺ ഉപയോഗിച്ച് ചെയ്താണ്. അതുകൊണ്ട് അത്ര ഡീറ്റെയിൽസ് അത് പറയുന്നില്ല. നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നോക്കാം. ഓക്കെ, സൈസ്, ടെക്സ്റ്റ് സൈസ് സെറ്റ് കൊടുക്കാട്ടോ. നമ്മൾ ഈ കണ്ടന്റ് പറഞ്ഞിട്ട് ടെക്സ്റ്റ് സൈസ് കൊടുക്കാം 25 SP കണ്ടോ, സൈസ് കൂട്ടി. ബോൾഡ് കൊടുക്കാം, ഇറ്റാലിക് കൊടുക്കാം. ഏത് സെറ്റ് ചെയ്യുന്നതനുസരിച്ച് കിട്ടും. ക്ലിയർ അല്ലേ. ഈ കൺട്രോൾസ് ഇവിടെ വരുന്നുണ്ടാവും കേട്ടോ. ബോൾഡ് ആക്കിയിട്ടുണ്ട്, ഇറ്റാലിക്സ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കൺട്രോൾസ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. ഒന്നും ഇവിടെ കൂടെ ടൈപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ അവിടെ ഇന്റർഫേസ് വഴി നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. സോ ബട്ടൺ, ഇത് സിമ്പിൾ ബട്ടൺ, ബേസിക് ബട്ടൺ എന്ന കൺട്രോളായി വരുന്നത്. നെക്സ്റ്റ് ഇമേജ് ബട്ടൺ. ഇമേജ് ആൻഡ് മീഡിയ എന്ന ഓപ്ഷൻ നോക്കുക. ദ ഇമേജ് ബട്ടൺ നമ്മൾ അറിയാലേ, ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഇമേജ് രൂപത്തിലായിരിക്കും ബട്ടൺ ഉണ്ടാവുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും ഓപ്ഷൻ നടക്കും. അപ്പൊ ഇവിടെ അതിന്റെ ആ ബട്ടന്റെ മുകളിൽ പ്ലേസ് ചെയ്യാനുള്ള ഇമേജ് ആണ് ചോദിക്കുന്നത്. അത് എവിടെ നിന്നാണ് ആക്സസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത്. അപ്പൊ സാധാരണ ഇമേജ് ഒക്കെ എവിടെ സ്റ്റോർ ചെയ്യുക, ഇമേജ് റിസോഴ്സ് ആണല്ലോ. ഇമേജ് റിസോഴ്സ് എവിടെ സ്റ്റോർ ചെയ്യുക, RES എന്ന് പറഞ്ഞ ഫോൾഡറിൽ
ഡ്രോയബിൾ എന്നാണ് അല്ലെ, ഡ്രോയബിൾ ആണ് എല്ലാ ഇമേജും വീഡിയോസും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതിൽ ഓൾറെഡി ഒരു ഇമേജ് ഉണ്ട്, അതാണ് IC ലോഞ്ചർ. പിന്നെ പ്രോഗ്രാമിന്റെ ഐക്കൺ, നമ്മൾ ഐക്കൺ സെറ്റ് കൊടുത്തില്ലേ, ഈ ഐക്കന്റെ ഇമേജ് മാത്രമേ നമുക്ക് വേറെ ഇമേജ് കൊടുക്കുന്നുണ്ടാവും. ഞാൻ ഇവിടെ ഒരു ഇമേജ് കോപ്പി ചെയ്യാൻ പോവാണ്. ഈ ബട്ടൺ ഡിലീറ്റ് ചെയ്യാം, അതിനുശേഷം അവിടേക്കൊരു ഇമേജ് സെറ്റ് ചെയ്യാം. ആദ്യം ഒരു ഇമേജ് കോപ്പി ചെയ്തിടാം. ഓക്കെ, ഇവിടെ കുറച്ച് ഇമേജസ് ഉണ്ട്. ഞാനൊരു ഈ ഇമേജ് ഇമേജ് 5 ഈ ഞാൻ അവിടുന്ന് കോപ്പി ചെയ്തു. കോപ്പി ചെയ്തിട്ട് നമ്മുടെ വിൻഡോയിൽ കൊടുന്ന് പേസ്റ്റ് ചെയ്യാം. ഇവിടെ ഡ്രോയബിൾ HDPA ഒക്കെ പറഞ്ഞ എന്താണ് HDPA എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പേസ്റ്റ് ചെയ്തു, കണ്ടന്റിൽ പേസ്റ്റ് ചെയ്യാം, ഓരോന്നിൽ പേസ്റ്റ് ചെയ്യാം. കാരണം നമ്മുടെ ഡിവൈസ് ഏത് ഡിവൈസിലേക്കാണോ ഉണ്ടാക്കുന്നത് അതനുസരിച്ച് നമുക്ക് ഐക്കൺ സൈസ് കൂടും കുറയും വേണം. അതാണ് എല്ലാத்தைയും കോപ്പി ചെയ്തിട്ട് ഡ്രോയബിൾ അല്ലേ. ദെൻ എല്ലാ ഡിവൈസിലും ഇപ്പോൾ അത് കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഒരു ഇമേജ് ബട്ടൺ കൊടുത്താൽ അത് കാണാൻ പറ്റും. കണ്ടോ, ഇമേജ് 5 എന്നുള്ള ബട്ടൺ. മുമ്പ് നേരത്തെ ഇല്ലായിരുന്നല്ലോ, നേരത്തെ IC ലോഞ്ചർ മാത്രമേ ഉണ്ടായുള്ളൂ. ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, ആ ഇമേജ് ഇവിടെ വന്നു. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്തു, ഇമേജ് വന്നു. ആ ഇമേജിന്റെ സൈസ് ഇത്രയുള്ളൂ അല്ലേ. ബട്ടന്റെ സൈസ് റെഡ്യൂസ് ചെയ്യാം. ഹൈറ്റും വിഡ്ത്തും നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് ആൻഡ്രോയിഡ് ഹൈറ്റ് ലേഔട്ട് ഹൈറ്റ് എത്ര സൈസ് കൊടുക്കുക, ഒരു 100 കൊടുക്കാം, 100. അതുപോലെ അതിന്റെ വിഡ്ത്തും സെറ്റ് കൊടുക്കാം. ആൻഡ്രോയിഡ് വിഡ്ത്ത് ലേഔട്ട് വിഡ്ത്ത് 150. നമുക്ക് നോക്കാം, എന്നിട്ട് അറേഞ്ച് ചെയ്യാം കേട്ടോ. സൈസ് നമ്മൾ നോക്കി അറേഞ്ച് ചെയ്താൽ മതി. ഇവിടെ എറർ വരുന്നത് ഇത് ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റാപ്പ് കണ്ടന്റ് നമ്മുടെ ടെക്സ്റ്റ് എത്രത്തോളം ഉണ്ടോ അതിന് മുകളിൽ വലിയ ഇമേജ് എത്രയാണ് സൈസ് അതനുസരിച്ച് അത് വരും. റാപ്പ് കണ്ടന്റ് ആണ്. അപ്പൊ അത് മാറ്റാം, ഇവിടെ കൊടുത്താൽ മതി. 150. അതുപോലെ ഇതിന്റെ കണ്ടന്റ് വരുന്നത് 100 കൊടുത്തല്ലേ. ഓക്കെ, പിന്നെ സൈസ് കൊടുക്കണല്ലേ 150 സൈസ് DP 150 DP രണ്ടും ഒരേ വാല്യൂസ് കൊടുക്കുക. നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ഇതാണ് ഇപ്പോൾ ഒരു ഐക്കൺ രൂപത്തിൽ വന്നത്. ഒരു ബട്ടന്റെ കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ബട്ടൺ രൂപത്തിൽ നമുക്ക് ഒരു ഇമേജ് ബട്ടൺ കിട്ടി. ഇതിന്റെ പ്രത്യേകത ഒന്നുമില്ല, ഇതിന് മുകളിൽ ഒരു ഇമേജ് കാണാൻ പറ്റും. നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഇമേജുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കണ്ടന്റ് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ ആയി വരാം, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് വരാം, ഇതിന്ന് എൻലാർജ് ചെയ്ത് വരാം. പല രൂപത്തിൽ നമുക്ക് ഓപ്ഷൻ, കാരണം ഈ ഒരു ഇമേജ് ആണല്ലോ. നമുക്കൊരു കോളേജിന്റെ സിമ്പിൾ ആണെങ്കിൽ, ഒരു യൂണിവേഴ്സിറ്റി സിമ്പിൾ ഒക്കെ ആണെങ്കിൽ, അത് ഒരു കോളേജിന്റെ ഒരു പിക്ചർ ഒരു ബട്ടണിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ കോളേജുമായി അല്ലെങ്കിൽ ആ ഒരു ഇമേജിന്റെ കണ്ടന്റ് എൻലാർജ് ചെയ്ത് വരാം, ഫോട്ടോ. അതല്ലെങ്കിൽ ആ ഒരു ഇമേജിന്റെ തന്നെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്ത് വരാം. അങ്ങനെയുള്ള ഒരുപാട് കണ്ടന്റ് നമുക്ക് കിട്ടും. സോ ഒരു ബട്ടന്റെ മുകളിൽ ഇമേജ് സെറ്റ് ചെയ്യുക എന്ന് മാത്രം, ഒരു ഇമേജ് ബട്ടൺ. ക്ലിയർ അല്ലേ. ദെൻ വേറെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതായിരുന്നു ടഗിൾഡ് ബട്ടൺ അല്ലെ. ഓൺ ഓർ ഓഫ് ബട്ടൺ ആണ് ടഗിൾഡ് ബട്ടൺ എന്ന് പറഞ്ഞത്. അതായത് ഇതുപോലെ ഇതാണ് ടഗിൾഡ് ബട്ടൺ. വൈഫൈ ഓൺ ചെയ്യുക, അല്ലെങ്കിൽ GPS ഓൺ ചെയ്യുക, അങ്ങനെയുള്ള കണ്ടന്റ് ഓൺ ഓഫ് ബട്ടൺ. ഇതാണ് കണ്ടന്റ്. അപ്പൊ ഈ ഓൺ ഓർ ഓഫ് ബട്ടൺ നോക്കി അതിന്റെ പ്രോപ്പർട്ടീസ് നോക്കിയാൽ മതി. ഇതിപ്പോ ബൈ ഡീഫാൾട്ട് ലേഔട്ടും അതുപോലെ ഹൈറ്റും വിഡ്ത്തും ഒക്കെ സെറ്റ് ചെയ്ത കണ്ടന്റ് ആണ് ലേഔട്ട്. നമുക്ക് അതിന്റെ ഇവിടെ പ്രോപ്പർട്ടീസ് ഏതൊക്കെ പ്രോപ്പർട്ടി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ലൈൻസ്, ഹൈറ്റ്, വിഡ്ത്ത്, ഇതിന് ഓൺ ഓഫ് ബൈ ഡീഫാൾട്ട് ആണ് ഹൈറ്റും വിഡ്ത്തും ഒക്കെ സെറ്റ് ചെയ്യുന്നത്. കൂടാതെ നമുക്ക് വേറെ പ്രോപ്പർട്ടി നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫോണ്ട്, ഷാഡോ, ഓരോ പ്രോപ്പർട്ടീസ്. ഓൺ ഓർ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. കറന്റ് സ്റ്റേറ്റ് നമുക്ക് റിട്രീവ് ചെയ്യാം. ഓൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ വർക്ക് ചെയ്യേണ്ടത്. ഓൺ സ്ക്രോൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും കണ്ടന്റ്. ടെക്സ്റ്റ് അലൈൻ, ലെഫ്റ്റ് നിന്നാണ് റൈറ്റ് നിന്ന് അലൈൻ ചെയ്യേണ്ടത്. ചെക്ക്ഡ്, ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഇത് ഓൺ ആയിരിക്കും. ഞാൻ ടിക്ക് ചെയ്യുമ്പോൾ ഇത് ഓൺ ആയി മാറിയിട്ടുണ്ട്. അത് ഈ ടിക്ക് ഓഫ് ചെയ്യാന് അത് ഓഫ് ആയി മാറി. ഇവിടെ ഓഫ് ബട്ടൺ അപ്പൊ ഇത് ഫാൾസ് ആയി. ഇത് ബൈ ഡീഫാൾട്ട് അത് ഓഫ് ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, ഓൺ ചെയ്യണമെങ്കിൽ ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാൻ. അപ്പൊ ഓൺ ചെയ്ത് വരുമ്പോൾ എപ്പോഴും ഓൺ ആയിരിക്കും. ഇവിടെ എന്ത് ചെയ്യണം, ചെക്ക്ഡിന് ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പൊ എന്തായിരിക്കും, ഓഫ് ആയി വരും. അപ്പൊ ഇപ്പൊ അത് ഓഫ് അല്ല ഓൺ അല്ല. ഓപ്പൺ ചെയ്യുമ്പോൾ അനുസരിച്ച് ചേഞ്ച് ചെയ്യും. ആ ഒരു സ്റ്റേറ്റ് ആണ് ഇങ്ങനെ വരുന്നത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രൂ ആവും. അപ്പൊ അത് ഓൺ ചെയ്യും. ദെൻ അത് ഫാൾസ് ആയി സെറ്റ് ചെയ്യാം. റൺ ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കണം എന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷൻ കൊടുക്കുന്നത്. മെയിൻ ആയിട്ട് നമുക്ക് ഈ ഓപ്ഷനാണ് വേണ്ടത്, ചെക്ക്ഡ് ആണ് ഓപ്ഷൻ. ഓക്കെ, നോക്കാം, ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് റൺ ചെയ്യാം. മൈ പ്രോഗ്രാം റൺ ആസ് ആപ്ലിക്കേഷൻ. ഓക്കെ, റൺ. ഇവിടെ കാണാൻ പറ്റും, റൺ ചെയ്യുന്നത് ഇവിടെ കാണാൻ പറ്റും. അത് ചേഞ്ച് ചെയ്യും, ഇങ്ങോട്ട് മാറ്റി വെക്കാം. കേട്ടോ. ഓക്കെ, അപ്ലോഡിങ് APK, ഇൻസ്റ്റാളിങ് APK, സക്സസ്, ആക്ടിവിറ്റി, ലോഞ്ച്. ഓക്കെ, ബട്ടൺ. ഓക്കെ, ദെൻ ഇത് ഇമേജ് ബട്ടൺ ആണ്. ഇതിന്റെ റെസൊല്യൂഷൻ നമ്മൾ സൈസ് റെഡ്യൂസ് ചെയ്താൽ മതി. അപ്പോൾ ചെറിയൊരു ബട്ടന്റെ സൈസിൽ കിട്ടും. ഓൺ ഓഫ് ടഗിൾഡ് ബട്ടൺ. ഈ ബട്ടൺ ഓൺ ഇപ്പോൾ ഓൺ ആയി. ഉണ്ടോ, ഗ്രീൻ കളർ. ദെൻ ഓഫ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ഓഫ് ആയി. ഓൺ ഓഫ്. ബൈ ഡീഫാൾട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഇവിടെ പ്രോപ്പർട്ടീസ് നമ്മൾ ചെക്ക് ചെയ്തെടുക്കുക. ചെക്ക്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്തായിരിക്കണം, ട്രൂ ആക്കി സെറ്റ് ചെയ്യുക. അപ്പോൾ എപ്പോഴും അത് ഓൺ ആയിരിക്കും. റൺ ചെയ്യുമ്പോൾ ഓൺ ആയിരിക്കും. റൺ ചെയ്യുമ്പോൾ ഓഫ് ആണെങ്കിലോ നോർമലി ഫാൾസ് ആക്കി സെറ്റ് ചെയ്യുക. ബൈ ഡീഫാൾട്ട് ഓണും ഓഫ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് സെറ്റ് ചെയ്യുന്നെങ്കിൽ അതുപോലെ അറേഞ്ച് ചെയ്യാം. ഓക്കെ, സോ ഓൺ ഓഫ് ടഗിൾഡ് ബട്ടൺ. ക്ലിയർ അല്ലേ. അപ്പൊ ഇതിന്റെയൊക്കെ പ്രോഗ്രാംസ് നമ്മൾ ഓരോ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യും.
ഇത് ജസ്റ്റ് എന്താണ് കൺട്രോൾ എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. ഇനി കോഡ് എവിടെ എഴുതുക? ഇതിപ്പോ ഡിസൈനും ഈ ഒരു കണ്ടന്റ് മാത്രം XML കൂടെ കിട്ടുള്ളൂ. ജാവയുടെ കൂടെ ഉണ്ട്. എവിടെ ചെയ്യാം? ഇതാ src com.example.myprogram മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ജാവ. ഇവിടെയാണ് പ്രോഗ്രാമിന്റെ കോഡ് എഴുതി തുടങ്ങുന്നത്. ഓക്കെ, ഓരോ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. സോ ടെക്സ്റ്റ് കൺട്രോൾ ആൻഡ് ബട്ടൺ കൺട്രോൾ. നെക്സ്റ്റ് വരുന്ന ടോപ്പിക് ആണ് കോമൺ കൺട്രോൾസ്, ചെക്ക് ബോക്സ് കൺട്രോൾ ആൻഡ് റേഡിയോ ബട്ടൺ കൺട്രോൾ. സോ ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.